ഇന്ത്യയിൽ ഒരു ഫാഷിസ്റ്റ് ഭരണമാണെന്നാണ് പ്രതിപക്ഷം നിരന്തരം വിലപിക്കുന്നത്. എന്നാൽ ഇതേ രാജ്യത്താണ് ഒരു പ്രതിപക്ഷ നേതാവിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരസ്യമായി ഭീകരനെന്ന് വിളിക്കാനും എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ നെഞ്ചും വിരിച്ച് നടക്കാനും കഴിയുന്നത്. യഥാർത്ഥ ഫാഷിസം എന്താണെന്ന് അറിയണമെങ്കിൽ ചുറ്റുമുള്ള ചില രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. അവിടെ പ്രതിപക്ഷ നേതാക്കളുടെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ മനസ്സിലാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരനെന്ന് വിളിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. ചൊവ്വാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഖാർഗെ പ്രധാനമന്ത്രിയെ ഭീകരനെന്ന് വിളിച്ചത്. സംഭവം വൻ വിവാദമായതോടെ താൻ ഉദ്ദേശിച്ചത് മോദി രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും ഭയപ്പെടുത്തുന്നു എന്നും അത് നേരിട്ട് ഭീകരനെന്ന് വിളിച്ചിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ് ഖാർഗെ ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ചു. എന്നാൽ BJP ഈ വിശദീകരണം പൂർണ്ണമായും തള്ളി. കോൺഗ്രസിനെ അർബൻ നക്സൽ പാർട്ടി എന്ന് വിളിച്ച BJP ഈ പ്രസ്താവന 140 കോടി ഇന്ത്യക്കാരോടുള്ള കടുത്ത അപമാനമാണെന്ന് തുറന്നടിച്ചു. രാഹുൽ ഗാന്ധിയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉടൻ മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ആവശ്യപ്പെട്ടു. തമിഴ്നാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് AIADMK എങ്ങനെ BJPയുമായി സഖ്യമുണ്ടാക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഖാർഗെയുടെ ഈ വിവാദ പരാമർശം. മോദിയുടെ പാർട്ടി സമത്വത്തിലും നീതിയിലും വിശ്വസിക്കുന്നില്ലെന്നും അവർ പെരിയാറിന്റെയും ദർശനങ്ങളെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്തുന്നവരാണെന്നും ഖാർഗെ പറഞ്ഞു. വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയതിന് പ്രതിപക്ഷ പാർട്ടികളെ പ്രധാനമന്ത്രി നിശ്ചിതമായി വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഖാർഗെയുടെ ഈ അധിക്ഷേപം വരുന്നത് എന്നുള്ളത് ഒട്ടും അതിശയിപ്പിക്കാത്ത കാര്യം. ED, CBI തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് മോദി ഭയപ്പെടുത്തുന്നു എന്നതാണ് ഖാർഗെയുടെ പ്രധാന പരാതി. ഇവിടെയാണ് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. മോദിയെ ഹിറ്റ്ലറെന്നും ഭീകരനെന്നും വിളിക്കുന്നവർ തന്നെയാണ് അദ്ദേഹം ഫാഷിസ്റ്റ് ആണ് എന്ന് വിലപിക്കുന്നത്. യഥാർത്ഥ ഫാഷിസ്റ്റ് നേതാക്കൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ പ്രതിപക്ഷ നേതാക്കളുടെ അവസ്ഥ എന്താണെന്ന് ഖാർഗെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. പ്രധാനമന്ത്രിയെ ഭീകരനെന്ന് വിളിക്കാനും അദ്ദേഹത്തിന്റെ അമ്മയെ പോലും പൊതുവേദിയിൽ മോശമായി ചിത്രീകരിക്കാനും ഇവർക്ക് ഇന്ത്യയിൽ പൂർണ്ണമായുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നോർക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ അതിർത്തി കടന്നെത്തുന്ന പാകിസ്ഥാൻ ഭീകരതയെ പറ്റി ഒരക്ഷരം മിണ്ടാൻ ഈ പ്രതിപക്ഷ നേതാക്കൾ തയ്യാറാകില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. സ്വന്തം അഴിമതികൾക്ക് അന്വേഷണ ഏജൻസികളെ നേരിടേണ്ടി വരുമ്പോൾ അതിനെ രാഷ്ട്രീയ വേട്ടയാടലായി ചിത്രീകരിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ ഭീകരനെന്ന് വിളിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടുന്നത്. കാരണം മടിയിൽ കനമുള്ളവനെ EDയെയും CBIയെയും ഒക്കെ പേടിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ എന്തിന് മടിയിൽ കനം ഉണ്ടാക്കാൻ പോയി എന്ന് ഖാർഗെ പാർട്ടി മെമ്പർമാരോടും സഖ്യകക്ഷികളോടും ചോദിക്കുന്നതാണ് കൂടുതൽ ഉചിതം. അതാണ് കൂടുതൽ ഊർജവും സമയവും ലാഭിക്കുന്ന പ്രവൃത്തിയും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ ഭീകരൻ എന്ന് വിളിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. ഏത് അന്വേഷണ ഏജൻസികളെ ഭയന്നാണെങ്കിലും സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുമ്പോൾ അവർ അപമാനിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ തന്നെയാണ്. ജനങ്ങളുടെ കോപത്തിൽ ഇതിനകം തന്നെ തീരുമാനിക്കപ്പെട്ട തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിധിയെ മാറ്റിയെഴുതാൻ ഇത്തരം വില കുറഞ്ഞ വ്യക്തിഹത്യകൾ കൊണ്ട് കോൺഗ്രസിന് സാധിക്കില്ല എന്നും പ്രധാനമന്ത്രി മോദി ആഞ്ഞടിച്ചു. സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ. അതും കോൺഗ്രസ് ഓർക്കുക. ന്യൂസ് ഡെസ്ക്.